ഹലോ, വെൽക്കം ബാക്ക്. എല്ലാ ദിവസവും പൂക്കളും മീനുകളും ഒക്കെ ആയിട്ട് പോയാൽ മതിയോ? ഇന്ന് തികച്ചും വ്യത്യസ്തമായിട്ടൊരു ഡ്രീം ക്യാച്ചറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള മെയിനായിട്ടുള്ള സാധനം നമ്മുടെ യൂസ് കഴിഞ്ഞ് കളഞ്ഞിട്ടുള്ള ബൾബാണ്. അപ്പോൾ ഈ ബൾബ് ഇങ്ങനെ ആക്കിയെടുക്കാൻ ഒരു ചെറിയ കൈപ്പണിയും കൂടെ വേണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ഒരു ബ്ലാക്ക് മെറ്റൽസ് എല്ലാം പൊട്ടിച്ച് കളഞ്ഞിട്ടാണ് നമ്മൾ ആ ബോട്ടിൽ മാത്രമായിട്ട് ആ ബൾബിൻ്റെ ആ ഒരു ഔട്ട് കവർ മാത്രമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ സൂക്ഷിച്ച് വേണം പൊട്ടിക്കാൻ. നേരത്ത് അനിയനാണ് കേട്ടോ പൊട്ടിച്ച് തരുന്നത്. അപ്പോൾ അവൻ നല്ല പെട്ടെന്ന് തന്നെ 2-3-4 ബൾബ് ഇതുപോലെ പൊട്ടിച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ആ ബ്ലാക്ക് മെറ്റൽ പൊട്ടിച്ച് കഴിയുമ്പോഴത്തേക്ക് അകത്തെ ആ സാധനം ഒരു കമ്പി വെച്ചിട്ട് ഒന്ന് സൈഡ് ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ ബൾബ് ഇതുപോലെ പൊട്ടി നല്ല ഫുള്ളായിട്ട് വരും. ഇനി ബൾബിൻ്റെ താഴത്തെ ലെയർ മണലാണ് എടുക്കുന്നത്. മണലെന്ന് പറയുമ്പോൾ നമ്മൾ ഈ അരുവിയിലൊക്കെ ഉള്ള ചേറും കൂടെ ചേർന്ന മണലാണ്. അപ്പോൾ അത് കുറച്ചെടുത്തതിന് ശേഷം ഒന്ന് കഴുകി വൃത്തിയാക്കി ആ ചേറൊന്ന് കളഞ്ഞിട്ട് മണൽ മാത്രമായിട്ട് എടുക്കുക. മണൽ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇനി കുറച്ച് ഭംഗിക്കായിട്ട് നമുക്ക് കളർ കല്ലുകൾ എടുക്കാം. അപ്പോൾ ഇത് 1 കിലോ ഉണ്ട്. 1 കിലോ 50 രൂപയേ ഉള്ളൂ. അപ്പോൾ ദേ നല്ല മഴവില്ല് കണക്ക് ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ ഇതൊരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഈ ഭംഗി കണ്ടുകൊണ്ട് അതുപോലെ എടുത്ത് ഇടാൻ പാടില്ല. പറയാൻ വിട്ടുപോയി, നമ്മൾ എന്താ ഉണ്ടാക്കി വരുന്നതല്ലേ? നമ്മളൊരു കുഞ്ഞ് അക്വേറിയമാണ് ഉണ്ടാക്കുന്നത്. ബൾബിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. വിട്ടുപോയതാണത് പറയാൻ ആദ്യമേ. അപ്പോൾ ഇത് നന്നായിട്ട് കഴുകണം. കാരണം ഇതുപോലത്തെ റെഡ് കളർ വാട്ടറാണ് അതിനകത്തുനിന്ന് വരുന്നത്. അപ്പോൾ അത് മീനുകൾ പെട്ടെന്ന് ചത്ത് പൊങ്ങാൻ കാരണമാവും. അപ്പോൾ ഇത് ഒരു ദിവസം രാത്രി മുഴുവൻ സോക്ക് ചെയ്യാൻ ഇട്ട് വെക്കാം. അതിനുശേഷം വെള്ളം ഊറ്റിക്കളഞ്ഞ് ഒന്നും കൂടെ കഴുകിയതിന് ശേഷം നമുക്ക് ഇതുപോലെ കിട്ടും. അപ്പോൾ കണ്ടില്ലേ, ആ തിളക്കൊക്കെ മാറി. നമുക്ക് ഡ്രീം ക്യാച്ചറിൻ്റെ ആ ഒരു നട്ടലിലേക്ക് പോകാം. ഇതാണ് മെയിൻ സാധനമായിട്ട് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ ഇത് ഈ ഗിഫ്റ്റൊക്കെ വാങ്ങിക്കുമ്പോൾ ബർത്ത്ഡേ ഗിഫ്റ്റിലൊക്കെ കാണുന്ന കണക്കാണ് ഈ ലവ്, പിന്നെ 2 കിളികളൊക്കെ ഇരിക്കില്ലേ, ആ ഒരു പ്രിസം. അപ്പോൾ അത് വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന സാധനമാണ്. ഇവിടെ ഉള്ളതുകൊണ്ട് ഞാൻ എടുത്തതാണ്. നിങ്ങൾ വള എടുത്താലും മതി. വള ഇതുപോലെ ഒന്ന് ത്രെഡ് എടുത്ത് വെച്ച് ചുറ്റി എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയായിട്ട് കിട്ടും. അപ്പോൾ ഇത് നമുക്ക് ചുറ്റി എടുത്തിട്ടുണ്ട്. ഇത് ഈ ത്രെഡ് ഞാൻ എല്ലാ വീഡിയോസിലും ഞാൻ പറയുന്ന ഒരു 6-7 രൂപയേ ആവത്തുള്ളൂ. ഒരു ബണ്ടിൽ കിട്ടും. അപ്പോൾ ഇനി ഈ കളർ ത്രെഡ് വെച്ച് തന്നെ ഞാൻ ഈ ബോട്ടിലിൻ്റെ ആ ബൾബിൻ്റെ ആ ഔട്ട് കവറും കൂടെ ഞാൻ ഒന്ന് ചുറ്റി എടുത്തിട്ടുണ്ട്. പിന്നെ കണ്ടോ, അതിൽ 2 ദ്വാരമുണ്ട്. അപ്പോൾ അത് അടയാത്ത രീതിയിൽ വേണം നിങ്ങൾ ചുറ്റിയെടുക്കാനായിട്ട്. ഇനി കുറച്ച് മുത്തുകളൊക്കെ എടുത്തിട്ടുണ്ട്. മുത്ത് ആ വള്ളിയിലേക്കൊന്ന് കോർത്ത് സെറ്റാക്കി എടുക്കാം. അപ്പോൾ അതിലേക്ക് ഞങ്ങൾ മീനെയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ടുണ്ട്. എന്താ പറയുക, ഓവറോൾ ലുക്ക് വേറെ ലെവലാണ്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത്രയും ഭംഗിയാവുമെന്ന്. അത്രയ്ക്ക് ഭംഗിയായിട്ടുണ്ട്. ഇത് ഞാൻ ശരിക്കും ഈ ഒരു ഡ്രീം ക്യാച്ചർ അക്വേറിയം ഉണ്ടാക്കാൻ കാരണം വേറൊരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. അപ്പോൾ കരുതി വീഡിയോയുടെ ലെങ്ത് കൂടുമെന്ന്. അപ്പോൾ ആ വീഡിയോ ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല, അത് ഉടനെ ഇടും. അപ്പോൾ ഇത് ഓൾറെഡി ഞാൻ ഇത് ഹാളിലാണ് തൂക്കിക്കുന്നത്. കാരണം നിങ്ങൾക്ക് പുറത്തിട്ട് കാണിക്കുമ്പോഴത്തേക്ക് നല്ല ക്ലിയർ ആവുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഹാളിൽ ഇട്ടേക്കാണ്. ഞാനിത് പുറത്തിടാൻ വേണ്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. സിറ്റ് ഔട്ടിലായിട്ട് ഹാങ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അതിലേക്ക് ഭംഗി കൂട്ടാനായിട്ട് ഇത്തിരി ഫെദറും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം. എവിടെയെങ്കിലും ആണിയോ എന്തെങ്കിലും ഹൂക്കൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഹാങ് ചെയ്തിട്ട് കൊടുക്കാം. പുറത്തിടുമ്പോഴാണെങ്കിൽ നന്നായിട്ട് അത് റൊട്ടേറ്റ് ചെയ്യും. നല്ല പ്രത്യേക ഒരു ഭംഗിയാണ്. അപ്പോൾ പുറത്തിട്ടിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. അത് ഞാനൊരു ഹൂക്സ് ഇല്ലാതെ എങ്ങനെ നമുക്ക് ഹാങ് ചെയ്യാമെന്നൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണിത്. അപ്പോൾ നല്ല ഇതുപോലത്തെ സിമ്പിളായിട്ടുള്ള കണ്ടൻസാണ് ഞാൻ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാറുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്നും വീഡിയോ ലഭിക്കാനായിട്ട്. അപ്പോൾ വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.